പത്മജ ബിജെപിയിലേക്ക് പോകുന്നത് വരേക്കും അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ആലോചനയും കോൺഗ്രസ് അപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക എന്തിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ അല്ല ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ബോർഡ് ടി എൻ പ്രതാപൻ ബോർഡ് വെച്ചിട്ടുണ്ട്, ചുമര എഴുതിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും തൃശ്ശൂർ ജില്ലയിൽ ബിജെപിയുടെ അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ്. ഈ മണ്ഡലത്തിലോ എവിടെ എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിച്ചിട്ടില്ല. ബോർഡ് വെക്കുക. എന്റെ നാട്ടിൽ മേപ്പയില് വലിയൊരു ചുമരാണ്, 20 മീറ്റർ നീളമുള്ള ചുമരാണ് മുരളീധരൻ എഴുതിയത്. ഇന്നലെ രാത്രി അതെങ്ങനെ പറ്റും സുഹൃത്തെ? അദ്ദേഹം പറഞ്ഞില്ലേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്നലെ രാത്രി മയക്കാണ്. ശ്രീ ശരത്ത്, അതിൽ സംശയം വേണ്ട. ഇവിടെ 1-2 ഡിബേറ്റിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഇവിടെയുള്ള പലരും ആ ഡിബേറ്റിൽ പങ്കെടുത്ത് ശ്രീ കെ മുരളീധരന് വേണ്ടി മുദ്രാവാക്യം ഇവിടെ വെച്ച് വിളിച്ചിട്ടുണ്ട്. മുരളീധരൻ അങ്ങനെ പേടിച്ചോടുന്നൊരു സ്ഥാനാർത്ഥിയല്ല. കേരളത്തിലെ ഏത് നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിച്ചാലും ജയിച്ചു കയറാൻ പ്രാപ്തിയുള്ള അദ്ദേഹം പറഞ്ഞത് 5 വർഷം മുമ്പുള്ള ബോർഡ് കണ്ടെന്നാണ്. 5 കൊല്ലം നിൽക്കുന്ന 20,000 ബോർഡ് 5 കൊല്ലം മുമ്പുള്ളതാണ്. അല്ല, ആ പറഞ്ഞ കാര്യം 5 വർഷം മുമ്പേ ഉള്ള ബോർഡാണ് എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അംഗീകരിക്കും. ഇവിടെ മറുപടി പറയേണ്ടത് ഇദ്ദേഹമാണ്. ഞാൻ പറയുന്നു, നിങ്ങളുടെ ഒരു പ്രവർത്തകനാണ് പറഞ്ഞത് 5 വർഷം മുമ്പേ ഉള്ള ബോർഡാണ് എന്ന്. താങ്കൾ അത് അംഗീകരിക്കുന്നുണ്ടോ? മുരളീധരന്റെ ബോർഡുകൾ മയക്കാൻ വേണ്ടി ജനദാസ് കിട്ടാനില്ല. ജനദാസിന് ശാപാണ്. സതീഷ് ചേട്ടന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ രാത്രി 12 മണിക്ക് മയക്കാണ്. ഇന്നലെ രാത്രി അല്ല, ഒറ്റ സംശയം. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു വക്താവാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു 5 വർഷം മുമ്പേ ഉള്ള ബോർഡാണെന്ന്. താങ്കൾ അത് അംഗീകരിക്കുമോ? താങ്കൾ അംഗീകരിക്കുമോ? ഈ ചർച്ച നിർത്തി ഇപ്പൊ പോകാൻ ഞാൻ തയ്യാറാണ്. ഒരു സുഹൃത്ത് ഇവിടെ കൊണ്ടുവന്ന് ഫോണിൽ എന്നെ അത് കാണിച്ചു. വടകര പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പ്രചാരണ ചുമരും മായ്ച്ചു കളയാൻ അതുമായി ബന്ധപ്പെട്ടത്. പക്ഷേ ഇതിൽ കാണുന്നുണ്ട് കെ മുരളീധരൻ. പക്ഷേ 5 വർഷത്തെ പഴക്കമൊന്നും തോന്നുന്നില്ല, വളരെ തെളിച്ചമുണ്ട് അല്ലേ? 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയാൽ മേപ്പയിൽ ബസ് സ്റ്റോപ്പിന് അടുത്താണ്. അതായത് ബുധനാഴ്ച രാവിലെ 12 മണിക്കാണ്, നട്ടുച്ച വെയിലാണ് എഴുതി. സുഹൃത്തിന്റെ ഞാൻ ചോദിക്കുന്നത് ഒരു മിനിറ്റ് ആയിക്കോട്ടെ, മറുപടി കേൾക്കൂ. ഇദ്ദേഹം പറഞ്ഞാണ് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അദ്ദേഹമാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇരിക്കേ ബോർഡ് വെച്ചാൽ ഇതാണല്ലോ നിങ്ങളല്ലേ പറഞ്ഞത്. മുനീർ പൂർത്തിയാക്കൂ. നിങ്ങളെ ഇവിടെ CPM ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവ നേതാവ് വടകരയിലേക്ക് വന്നതിന് CPM നേതൃത്വം എന്തിനാണ് ഭയപ്പെടുന്നതെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഈ ഭയത്തിന്റെ പേരിലാണ് കെ മുരളീധരൻ ഒളിച്ചോടിപ്പോയി എന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. വടകരയുടെ ചരിത്രത്തിൽ ഇതുപോലെ ട്വിസ്റ്റുകൾ ഉണ്ടായ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. 1971 ലീലാ ദാമോദര മേനോന്റെ ചുമര എഴുതലും പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ. അന്ന് KP ഉണ്ണികൃഷ്ണൻ പിന്നീട് സ്ഥാനാർത്ഥിയായി വന്നു. ആ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ച ചരിത്രമുണ്ട്. 19 മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോ വടകരയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിവെച്ച മണ്ഡല. അവിടെയാണ് മാസ് എൻട്രി ആയി മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്ന് ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി നിർണയം മാറ്റിവെച്ച വടകരയിൽ കെ മുരളീധരൻ വന്ന് ഞങ്ങൾ 1,00,000 വോട്ടിന് ഭൂരിപക്ഷം ജയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഷാഫി പറമ്പിൽ കേരളത്തിൽ BJPയോട് നേരിട്ട് ഏറ്റുമുട്ടി നിയമസഭയിലെത്തിയ സാമാജികരാ.